ഇങ്ങനെ ഉമ്മൻചാണ്ടിയുടെ ഒരു അനുസ്മരണം പങ്കെടുക്കേണ്ടത് വന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വിഷമമുള്ള കാര്യമാണ്. അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് 3 വർഷമായി. വാസ്തവത്തിൽ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് എന്നും ഒരത്താണിയായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി. എവിടെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അവിടെ ഓടിയെത്തുകയും പ്രവർത്തകരോടൊപ്പം നിൽക്കുകയും പ്രവർത്തകരുടെ സങ്കടങ്ങളിലും സന്തോഷത്തിലും ഒക്കെ പങ്കാളിയാകുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ വേറെ നമുക്ക് കാണാൻ സാധ്യമല്ല. ഞാൻ KPCC പ്രസിഡന്റായി ചാർജെടുത്ത ശേഷം ആദ്യമായി ഞാൻ വന്നത് കണ്ണൂരിലെ രക്തസാക്ഷി കുടുംബങ്ങളെ സന്ദർശിക്കാനാണ്. അപ്പം അന്ന് അദ്ദേഹം എന്നോടൊരു കാര്യം പറഞ്ഞു, ഞാനിവിടെ നിന്ന് ഓർക്കുകയായിരുന്നു. രമേശിന് ഫണ്ട് പിരിവ് നടത്തുമ്പോൾ ആ കുടുംബങ്ങളെ ഒന്ന് സഹായിക്കണമെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ അന്ന് 57 മുതൽ ഇങ്ങോട്ട് മരിച്ച എല്ലാ കുടുംബങ്ങളുടെയും വീടുകളിൽ ഞാൻ പോയിരുന്നു. അന്ന് ഞാൻ ഫണ്ട് പിരിവ് നടത്തുന്ന ഒരു യാത്ര ചൈതന്യ യാത്ര നടത്തിയപ്പോൾ അതിലൂടെ കിട്ടിയ നോട്ടുമാലകൾ മുഴുവൻ സമാഹരിച്ച് കണ്ണൂർ സ്റ്റേഡിയം കോർണറിൽ അന്ന് KPCC എൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു ശ്രീ സുധാകരൻ. ഞങ്ങൾ രണ്ടുപേരും കൂടി ആലോചിച്ച് അന്ന് സ്റ്റേഡിയം കോർണറിൽ വെച്ച് കിട്ടിയ നോട്ടുമാലകളും പിരിച്ച ഫണ്ടിൻ്റെ നല്ലൊരു അംശവും ചേർത്ത് 57 മുതൽ ഇതുവരെ രക്തസാക്ഷിത്വം വഹിച്ച എല്ലാ കുടുംബങ്ങൾക്കും ഞങ്ങൾ അന്ന് ശ്രീ AK ആന്റണി വന്ന് അന്ന് അദ്ദേഹം പ്രതിരോധ മന്ത്രിയായിരുന്നു. അദ്ദേഹത്തെ കൊണ്ടുവന്ന് നമ്മൾ ആ വീട്ടിലെ ആളുകൾക്ക്, ആ കുടുംബങ്ങൾക്ക് ധനസഹായം നൽകിയത് ഞാൻ ഓർക്കുകയാണ്. ആ ഒരു ഐഡിയ എനിക്ക് തന്ന ഉമ്മൻചാണ്ടിയാണ്. ഞാൻ സുധാകരനും കൂടി ചർച്ച ചെയ്ത് ഞങ്ങൾ ആ ലിസ്റ്റ് മുഴുവൻ ഉണ്ടാക്കി. പലരോടും കൺസൾട്ട് ചെയ്തു. ചില ആളുകളുടെ കുടുംബങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു, പലരൊക്കെ പല സ്ഥലങ്ങളിലായിരുന്നു. അവരെല്ലാം കണ്ടുപിടിച്ച് അന്ന് അതിനുവേണ്ടി എടുത്ത ഒരു ശ്രമം ഞാനിവിടെ നിന്ന് ഓർക്കുകയാണ്. കാരണം പ്രവർത്തകരോട് ഏറ്റവും കൂടുതൽ ആഭിമുഖ്യം പുലർത്തിയ ഒരു നേതാവായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി. പണ്ടൊക്കെ നമ്മുടെയൊക്കെ ചെറിയ പ്രായത്തിൽ MLA, MP ഒക്കെ കാണാൻ വലിയ പാടാണ്, MLA കാണാനും പ്രയാസമായിരുന്നു. MLA, MP-മാരുടെ പ്രവർത്തനത്തിൽ സമൂലമായ മാറ്റം വന്നത് 70കളിൽ AK ആന്റണി, ഉമ്മൻചാണ്ടി, കൊട്ര ഗോപാലകൃഷ്ണൻ, N രാമകൃഷ്ണൻ എന്നീ 4 കോൺഗ്രസ് MLA-മാർ, ഷൺമുഖദാസ്, 5 MLA-മാർ ജയിച്ച് നിയമസഭയിലേക്ക് വന്ന ശേഷമാണ്. പണ്ടൊക്കെ MLA, MP കാണുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമായിരുന്നു. കാരണം അങ്ങനെ ആരും പോയില്ലായിരുന്നു. ഞങ്ങളൊക്കെ പാർലമെന്റ് സ്ഥാനാർത്ഥിയെ കാണാൻ താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സിൽ പോകണം, അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഒന്ന് കേൾക്കാൻ. ആ കാലമായിരുന്നു. അമേരിക്കയിലെ പാർലമെന്റിലാണെന്ന് R ബാലകൃഷ്ണപിള്ളയായിരുന്നു പാർലമെന്റ്. ഞങ്ങളൊക്കെ ചെന്നിത്തലയിൽ നിന്ന് 10 കിലോമീറ്റർ ദൂരെ സഞ്ചരിച്ച് പ്രസംഗം കേൾക്കാൻ പോകണം, വോട്ട് പിടിക്കാൻ വരുന്ന അവിടെയുള്ള പ്രസംഗം. ഇന്നൊരു വാർഡിൽ 2-3 സ്ഥലത്ത് നമ്മുടെ പാർലമെന്റ് മെമ്പർമാർ വരുന്നു. അപ്പോൾ MLA-മാരുടെയും MP-മാരുടെയും പ്രവർത്തനത്തിൽ സമൂലമായ പരിവർത്തനം ഉണ്ടാക്കിയത് അന്നത്തെ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരായി അവർ ജയിച്ചു വന്ന ശേഷമാണ്. അതിനകത്ത് പ്രധാനപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ റൂമിൽ ആർക്കും വന്ന് താമസിക്കാമായിരുന്നു. ഉമ്മൻചാണ്ടി എല്ലാവരുടെയും പ്രശ്നങ്ങൾ കേൾക്കുമായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റിന് വരെ കത്തെഴുതി കൊടുക്കുമായിരുന്നു ശുപാർശ ചോദിച്ചാൽ. അത് തമാശയായിട്ട് പറയുന്നതാണെങ്കിലും അപ്പം ആർക്കും അപ്രോച്ചബിളായ ഒരാളായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി. പ്രത്യേകിച്ച് പ്രവർത്തകരോട് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള ആളായി. കേരളത്തിന്റെ വികസനത്തിന് മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം നൽകിയ സംഭാവനകൾ ചെറുതല്ല. ഞാൻ KPCC പ്രസിഡന്റും അദ്ദേഹം മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായിരുന്നു. ഞാൻ പിന്നീട് അദ്ദേഹം മുഖ്യമന്ത്രിയായപ്പോൾ ഞാൻ ആ സ്ഥാനത്ത് തുടർന്നു. ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ അദ്ദേഹം എന്നോട് നിയമസഭയിൽ MLA ആയിരുന്നു. ഞങ്ങൾ പിണങ്ങിയും ഒക്കെ പോയിട്ടുണ്ട്. പക്ഷേ എത്ര പിണക്കമുണ്ടെങ്കിലും എത്ര ഇണക്കമുണ്ടെങ്കിലും അദ്ദേഹത്തെ നയിച്ചിരുന്നത് ജനങ്ങളുമായിട്ടുള്ള ബന്ധമാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ വന്നാൽ അന്ന് അദ്ദേഹം മറ്റെല്ലാം മറന്ന് ജനങ്ങളോടൊപ്പം നിൽക്കുമായിരുന്നു. നിങ്ങൾ ഓർക്കുന്നില്ലേ, കണ്ണൂരിൽ വെച്ചാണ് അദ്ദേഹത്തെ നെഞ്ചത്ത് കല്ലെറിഞ്ഞ് അദ്ദേഹം ആശുപത്രിയിലായ സംഭവം. അന്ന് ഞാൻ KPCC പ്രസിഡന്റ്, ഞാൻ പറഞ്ഞ പിറ്റേ ദിവസം ഒരു ഹർത്താൽ നടത്തും. എല്ലാവരും കൂടെ എന്നോട് ആവശ്യപ്പെട്ടു, KPCC ഭാരവാഹികൾ കേരളത്തിൽ ഒരു ഹർത്താൽ വേണം. അപ്പം അതിന് ഉമ്മൻചാണ്ടി കണ്ണൂർ ഗസ്റ്റ് ഹൗസിൽ നിന്ന് ആശുപത്രിയിൽ നിന്ന് വന്നിട്ട് ഗസ്റ്റ് ഹൗസിൽ നിന്ന് എന്നെ വിളിച്ച് പറഞ്ഞു, ഒരു ഹർത്താലും പ്രഖ്യാപിക്കരുത്,
ജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്. ഹർത്താൽ വേണ്ട, നമ്മൾ പ്രതിഷേധിക്കുക എന്നുള്ളത് അപ്പുറത്തേക്കൊന്നും പോകരുത്. ഞാൻ സുഹാരനുമായിട്ട് സംസാരിച്ച് അവസാനം ഞങ്ങളെടുത്തു ഹർത്താൽ വേണ്ട തീരുമാനിച്ചു. അതാണ് ഉമ്മൻചാണ്ടി. അപ്പോൾ കേരളത്തിൻ്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും വേണ്ടി ധാരാളം നല്ല കാര്യങ്ങൾ, കണ്ണൂർ എയർപോർട്ട് അദ്ദേഹത്തിൻ്റെ ശ്രമത്തിൻ്റെ ഫലമാണ് പൂർത്തിയാക്കിയത്. കൊച്ചി മെട്രോ പൂർത്തിയാക്കിയത് ഉമ്മൻചാണ്ടി മുൻകൈ. പല എതിർപ്പുകളും ഉണ്ടായിട്ടും വിഴിഞ്ഞ പദ്ധതിക്ക് ഒപ്പിട്ടത് അദ്ദേഹത്തിന് നിശ്ചയദാർഢ്യമായിരുന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. കേരളത്തിലെ കോൺഗ്രസിന് എന്നും സ്മരിക്കാൻ കഴിയുന്ന ശക്തനായ നേതാവായ ജനനേതാവായിരുന്നു ഉമ്മൻചാണ്ടി. അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത ജനങ്ങളുടെ ആ എണ്ണം പരിശോധിച്ചാൽ മതി ഒരു രാഷ്ട്രീയ നേതാവിന് കേരളം എങ്ങനെ വിട നൽകി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ മകുട ഉദാഹരണമാണ്. തീർച്ചയായും പാവപ്പെട്ടവരോട്, ജനങ്ങളോട് ഏറ്റവും കൂടുതൽ കാരുണ്യത്തോടെ ഇടപെട്ട അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ ആദരാഞ്ജലി അർപ്പിക്കുന്നു. കണ്ണൂർ ജില്ലയോട്, പ്രത്യേകിച്ച് കണ്ണൂരിലെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ പ്രവർത്തകരെ ചേർത്ത് നിർത്തിയ ധീരനായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഞാൻ ഇന്നിവിടെ വന്നപ്പോൾ 3-4 പത്രങ്ങൾ ഇന്ന് ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട കണ്ണൂർ ജില്ലയിലെ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിക്കും. മയിൽ ഒരു പോലീസ് സ്റ്റേഷൻ, നമ്മുടെ DCC പ്രസിഡന്റും തളിപ്പറമ്പ് MLA ശ്രീ ഗോവിന്ദ മാസ്റ്റർ എന്നോട് ഈ കാര്യം പറഞ്ഞതാണ്. മയിൽ പോലീസ് സ്റ്റേഷന് ആവശ്യമായ ഫണ്ട് അനുവദിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന കൂടിയാണ്. രണ്ടാമത്തേത് സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിലേക്ക് കമ്മീഷണർ ഓഫീസ് മാറ്റുന്നതാണ്. ചില നിയമ തടസ്സങ്ങൾ മാത്രമേ, ചെറിയ ചില പ്രശ്നങ്ങളാണ്. അത് പരിഹരിച്ച് എത്രയും പെട്ടെന്ന് തന്നെ ഓണത്തിന് മുമ്പ് തന്നെ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസ് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റുന്നതാണ്. മൂന്നാമത്തെ ശ്രീ പിണറായി വിജയൻ്റെ വീടിന് മുമ്പിൽ ഒരു ജീപ്പ് കുറേ കാലമായി കിടക്കുന്നതാണ്. അത് ടയറൊന്നുമില്ല, ഓടത്തില്ല. അതിന് അദ്ദേഹം Z+ സെക്യൂരിറ്റി ഉള്ള ആളായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് പോലീസ് അവിടെ സ്ഥിരമായ ആ വീടിന് മുമ്പിൽ ഉണ്ടായത്. പോലീസിൻ്റെ സെക്യൂരിറ്റി കൊടുക്കുന്നത് ഒരു കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിയാണ് അത് പരിശോധിച്ച് 6 മാസം കൂടിയിരിക്കുമ്പോൾ ആ കമ്മിറ്റി വിലയിരുത്തും. സെക്യൂരിറ്റി കൊടുക്കണോ വേണ്ടയോ എന്നെല്ലാം തീരുമാനിക്കുന്ന ആ കമ്മിറ്റിയാണ്. അതിനകത്ത് ആഭ്യന്തരമന്ത്രിക്ക് ഒരു റോളുമില്ല. അപ്പോൾ ആ കമ്മിറ്റിയുടെ മുമ്പാകെ ഇപ്പോൾ ഇനി ആ കമ്മിറ്റി കൂടാൻ പോകാൻ അടുത്ത്, കാരണം ചിലർക്കൊക്കെ ചുമ്മാ ഒരു ആവശ്യമില്ലാതെ പോലീസ് സെക്യൂരിറ്റി കൊടുക്കുന്നതിനുള്ള പരാതിയുണ്ട്. അപ്പോൾ അതെല്ലാം പെർസെപ്ഷൻ, അക്രമം അല്ലെങ്കിൽ ജീവനഹാനിയുണ്ട് അല്ലെങ്കിൽ സെക്യൂരിറ്റി ആവശ്യമുണ്ടെന്നുള്ള പോലീസ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുക്കുന്നതാണ്. ഏതായാലും ആ കമ്മിറ്റി അത് പരിശോധിക്കട്ടെ. പരിശോധിച്ച് അത് ആവശ്യമില്ലെങ്കിൽ അത് തീർച്ചയായിട്ടും അത് മാറ്റാനുള്ള നടപടി സ്വീകരിക്കും. പിന്നീട് പയ്യന്നൂരിൽ നമ്മുടെ അതിർത്തിയിൽ അല്ല, പയ്യന്നൂർ നമ്മുടെ കുഞ്ഞികൃഷ്ണൻ കുഞ്ഞികൃഷ്ണനായിട്ട് അല്ല, ആ സ്ഥലം നിങ്ങളുടെ അല്ല, പുതിയ പോലീസ് സ്റ്റേഷൻ പണ്ട് ഞാൻ ചെറുപുഴ പോലീസ് സ്റ്റേഷനുള്ള സ്ഥലമാണ്. കെട്ടിടത്തെ പറ്റി എന്ന് പരാതിയുണ്ട്. അത് പരിശോധിച്ച്, കാരണം സ്ഥലം കിട്ടുകയാണെങ്കിൽ പോലീസിന് ഫണ്ട് അനുവദിക്കാം. അത് അവിടുത്തെ പഞ്ചായത്ത് നമ്മുടെ അല്ലേ, ചെറുപുഴ പഞ്ചായത്ത് ഒരു സ്ഥലം കണ്ടെത്തി തന്നാൽ പോലീസ് സ്റ്റേഷൻ നിർമ്മിക്കാനുള്ള സ്ഥലം തീർച്ചയായിട്ടും അവിടെ കണ്ടെത്തും. ഇത്രയും കാര്യത്തിൽ പയ്യന്നൂരിലെ ഒരു കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട കാര്യം ഞാൻ ആരോഗ്യമന്ത്രിയുമായി തിരുവനന്തപുരത്ത് ഞങ്ങൾ സംസാരിച്ച് അതിന് സത്വര നടപടികൾ കൈക്കൊള്ളും. അപ്പോൾ ഇന്ന് മാതൃഭൂമി, മനോരമ, കേരളകൗമുദി തുടങ്ങിയ എല്ലാ പത്രങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളുണ്ട്. ആ വാർത്തകളോടാണ് ഞാൻ പ്രതികരിച്ചത്. കാരണം മറ്റൊരു അവസരം ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിതിവിടെ പറഞ്ഞത്. തീർച്ചയായിട്ടും കണ്ണൂർ ജില്ലയിലെ പോലീസ് സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്തുവാനും ഇവിടുത്തെ പോലീസിൻ്റെ പരാധീനതകൾ, കാരണം ജനങ്ങളുമായി ബന്ധപ്പെട്ടതാണല്ലോ പോലീസ്, ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വന്നു ചേരാൻ കഴിയുന്ന ഒരു മേഖലയാണ്, ഒരു സ്ഥാപനമാണ്. കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളും നമ്മൾ നവീകരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഒരേ പെയിന്റ് ആയിരിക്കും കേരളത്തിലെ പോലീസ് സ്റ്റേഷനെല്ലാം. ഓഗസ്റ്റ് 15 കേരളത്തിലെ പോലീസിന്റെ മുഖം മാറുകയാണ്. നേരത്തെ SI, CI, DYSP അതായത് സംവിധാനം. കഴിഞ്ഞ LDF ഗവൺമെന്റ് കാലത്ത് CI മാർക്കായിരുന്നു പോലീസ് സ്റ്റേഷന്റെ ചുമതല, SHO.
നമ്മളത് മാറ്റാൻ പോവാണ്. SIക്കാണ് പോലീസ് സ്റ്റേഷനിലെ ചുമതല. SI ആയിരിക്കും പോലീസ് സ്റ്റേഷനിലെ SHO. 63 സ്റ്റേഷൻ ഒഴിച്ച്, കാരണം 63 സ്റ്റേഷൻ ഏറ്റവും കൂടുതൽ തിരക്കുള്ള കോഴിക്കോട് സിറ്റി, കണ്ണൂർ സിറ്റി, അതോടൊപ്പം തന്നെ തിരുവനന്തപുരം കൻ്റോൺമെൻറ്റ്, കൊച്ചി, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാത്രം 64 സ്ഥലങ്ങളിൽ CIമാരും, ബാക്കി എല്ലാ 478 പോലീസ് സ്റ്റേഷനാണ് കേരളത്തിലുള്ളത്. ബാക്കി എല്ലായിടത്തും പോലീസ് സ്റ്റേഷൻ ഭരണം ഇനി SIക്കായിരിക്കും. CI മേൽനോട്ടമായിരിക്കും. 3-4 സ്റ്റേഷൻ്റെ ചുമതല പഴയതുപോലെ CIക്കായിരിക്കും. അങ്ങനെ ഒരു സിസ്റ്റം മാറ്റുകയാണ്. കാരണം ഇതൊരു പരാജയമാണെന്ന് ഞാനൊരു കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. DGPയുടെ നേതൃത്വത്തിൽ ആ കമ്മിറ്റി പരിശോധിച്ച് റിപ്പോർട്ട് നൽകി. ഇത് ക്രമസമാധാന നില ഭദ്രമാക്കാൻ ഇത് ഗുണം ചെയ്യുന്നില്ല എന്ന് കണ്ടുകൊണ്ടാണ് അത് മാറ്റാൻ തീരുമാനിച്ചത്. ആദ്യമായി ഒരു SI ആയി വരുന്ന ഒരാൾക്ക് പോലീസ് സ്റ്റേഷനിൽ ഒരു ഊർജ്ജസ്വലമായി പ്രവർത്തിക്കാൻ കഴിയും. CI ഇരിക്കുന്ന അയാളെ SI ആക്കിയപ്പോഴത്തേക്ക് SIയും ഇല്ല, CIയും ഇല്ല സ്റ്റേഷൻ. അപ്പം അങ്ങനെ ഒരു പരിഷ്കാരം വരുത്താൻ, തന്നെയുമല്ല കേരളത്തിലെ പോലീസിനെ ജനകീയ പോലീസാക്കി മാറ്റാനും ജനകീയ വിഷയങ്ങളിൽ ഇടപെടുത്താനുള്ള തീരുമാനമാണ്. അതിൻ്റെ ഭാഗമാണ് ഓപ്പറേഷൻ തുഫാൻ. ഓപ്പറേഷൻ തുഫാൻ ഒരു വൻ വിജയമാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സഹായത്തോടെ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഏറ്റെടുത്തിരിക്കുന്ന ഒരു പദ്ധതിയാണ്. ജനങ്ങൾ ഇതുപോലെ സഹകരിച്ച, എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇതുപോലെ, പൊതുജീവിതത്തിൽ ഇതുപോലെ ജനങ്ങൾ സഹകരിച്ച മറ്റൊരു പദ്ധതി ഉണ്ടാവില്ല. സാധാരണഗതിയിൽ ഗവൺമെൻറ് ആവിഷ്കരിക്കുന്ന പരിപാടിക്ക് ഇതുപോലെ ജനപിന്തുണ കിട്ടില്ല. ഏറ്റവും കൂടുതൽ സ്ത്രീകളുടെ ഭാഗത്തു നിന്നാണ് ഈ പിന്തുണ ലഭിച്ചിട്ടുള്ളത് എന്ന് മാത്രം സൂചിപ്പിക്കുന്നു. സ്വാതന്ത്ര്യ ദിനത്തോടു കൂടി പുതിയ ഒരു മുഖം കേരളത്തിലെ പോലീസിനുണ്ടാവുകയാണ്. അതിനെല്ലാവരുടെയും സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രിയങ്കരനായ ശ്രീ ഉമ്മൻചാണ്ടിയുടെ 3ാമത് തെരഞ്ഞെടുപ്പ് വാർഷികത്തോടനുബന്ധിച്ചുള്ള ഈ സമ്മേളനം ഞാൻ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു.